ഗെക്നോ ഗുരു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെയാണ് പുതിയൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്, എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എമുലേറ്ററിൽ റൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇതിനകത്ത് കാണിച്ചു തരും. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ എക്ലിപ്സി വരണം. എക്ലിപ്സി വന്നിട്ട് ഫയൽസ് ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് ന്യൂവിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനകത്ത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്. അപ്പം ഈ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ ആപ്പിൻ്റെ പേര് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റ് ആപ്പ് ഫോർ യൂട്യൂബ് വീഡിയോ, ഇതാണ് ഞാൻ എൻ്റെ ആപ്പിൻ്റെ നെയിം കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് നെയിം കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മിനിമം റിക്വയർഡ് SDK, ഇവിടെ നമ്മൾ ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ് കൊടുക്കണം. ടാർഗറ്റ് SDKയും കിറ്റ്കാറ്റ് തന്നെ കൊടുക്കണം. ബാക്കി സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെയൊക്കെ ചേഞ്ചസ് വരുത്തിയാൽ മതി. ബാക്കി നമുക്ക് ഇത് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇവിടാണ് നമ്മുടെ ആപ്പിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്ന സ്പോട്ട്. ഓക്കെ, ഇവിടെ വെച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബ്രൗസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഐക്കൺ റെഡി ആണെങ്കിൽ അത് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇത് വെച്ചിപ്പം ഡിഫോൾട്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ബ്ലാങ്ക് ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് ആക്ടിവിറ്റിയിൽ സെലക്ട് ചെയ്യേണ്ട സ്ക്രീൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം, ഇല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നെയിം തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നേരെ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആവും. ലോഞ്ച് അല്ല, കോഡിങ്ങിൻ്റെ പോർഷൻ റെഡി ആവും. ഓക്കെ, നമ്മുടെ കോഡിംഗ് പോർഷനായിട്ടുള്ള ഫയൽ റെഡി ആയിട്ടുണ്ട്, ടെസ്റ്റ് ആപ്പ് ഫോർ YT വീഡിയോ. അപ്പം ഈ ആൻഡ്രോയിഡ് പ്രോജക്റ്റിൽ രണ്ട് മെയിൻ ഫയലിലാണ് നമ്മൾ കോഡിങ്സ് ചെയ്യുന്നത്. ഒന്ന് XML ഫയലും ഒന്ന് SRCയിൽ പാക്കേജിനകത്ത് വരുന്ന ജാവ ഫയൽസും. ഇതൊരു യൂസർ ഇൻ്റർഫേസ് ആണ്. ഈ യൂസർ ഇൻ്റർഫേസ് കോഡ് ചെയ്യുന്നത് XMLലും ഇതിൻ്റെ ബാക്ക് എൻഡ് കോഡ് ചെയ്യുന്നതും ജാവയിലുമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്പ് കോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കോഡിംഗ് പാർട്സ് ഒക്കെ ചെയ്യാം. അപ്പം ആദ്യമേ നമുക്ക് ഉണ്ടാക്കിയ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ കണ്ടോ ഹലോ വേൾഡ്. ഈ ഹലോ വേൾഡ് നമുക്ക് കുറച്ച് സെൻറ്ററിലോട്ടാക്കി വെച്ചിട്ട് നമുക്കിതിനെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ വെർച്വൽ ഡിവൈസ് റെഡിയാക്കി വെച്ചേക്കണം. അതിവിടെ റെഡിയാണ്. അത് കഴിഞ്ഞിട്ട് ഈ പ്രോജക്റ്റിനകത്ത്, ഈ ആപ്പിനകത്ത് വേറെ എറേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സേവ് ചെയ്യാത്ത ഫയൽസ് ഉണ്ടെങ്കിൽ സേവ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഇവിടെ ബോട്ടം റൈറ്റിൽ കണ്ടോ, ഇവിടെ താഴെ നമുക്കിവിടെ ഒരു സ്റ്റേറ്റസ് കാണാം, ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാളിങ് റണ്ണിങ്ങിൻ്റെ. ഓക്കെ, ഇതാണ്ട് ഇതാ നമ്മുടെ ആപ്പ് കാർഡ് ഇവിടെ എമുലേറ്ററിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ഫോണിനകത്ത് ടെസ്റ്റ് ആപ്പ് ഫോർ YT വീഡിയോ കണ്ടേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ട ഹലോ വേൾഡ് ഇവിടെ കോഡ് ചെയ്തപോലെ വന്നില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ കോഡ് ചെയ്തിട്ട് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.